അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മുടീൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. കുറേ കാലമായി മുടിയിലൊന്നും പരീക്ഷിക്കാത്തത് കൊണ്ടും ഞാൻ മുന്നേ കളറടിച്ചതെല്ലാം മുറിച്ച് കളഞ്ഞത് കൊണ്ടും എത്രയും പെട്ടെന്ന് മുടീൻ്റെ കളറൊന്ന് മാറ്റാം എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു സാധനത്തിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല എന്ന് എനിക്ക് അറിയാം, എന്നാലും ഞാൻ പറയും. അപ്പം ഞാൻ ഈ കാണിക്കുന്ന പാക്കറ്റുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അത് മാത്രമല്ല സ്ട്രീക്സിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വേരിയൻറ്റ് കളേഴ്സും അടങ്ങിയൊരു പേപ്പറും പിന്നെ നമ്മൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വന്നിനോ എന്നറിയാൻ നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ പോയി ഡ്രസ്സ് മാറ്റി വന്നു. അപ്പം നേരത്തെ വായിച്ച് പഠിക്കാൻ വന്ന പേപ്പർ ഒന്നും കൂടെ നോക്കി ശരിയല്ലേ എന്നെല്ലാം മനസ്സിലാക്കി ഒന്ന് മിക്സിങ് തുടങ്ങാം. ഇങ്ങനത്തെ ഒരു ഗ്ലൗസ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ഉപയോഗിക്കാം. മുടിയൊക്കെ ആദ്യം കെട്ടിവെച്ച് നമ്മൾ കപ്പിലേക്ക് മിക്സിങ് ആരംഭിച്ചു. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇതിൻ്റെ ഒരു മണം എൻ്റെ പൊന്നോ, മൂക്കിൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോയേക്കല്ലേ. അത് നമ്മൾ നേരത്തെ വായിച്ച പേപ്പറിൽ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൂക്കിൻ്റെ അടുത്ത് വെച്ച് മണക്കാൻ പാടില്ല. അടുത്ത് വെച്ചില്ല, ദൂരെ വെച്ച് മണത്താലും വൃത്തികെട്ട മണമാണ്. പിന്നെ ഞാൻ മുടിക്ക് കളർ അടിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പോരാത്തതിന് പിറ്റേന്ന് രാവിലെ ഉറക്കണീച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിൻ്റെ ആഫ്റ്റർ ലുക്ക് എടുത്തില്ലല്ലോ. അപ്പം അതാണ് ഇത്. പക്ഷെ അതിനേക്കാളും നല്ലൊന്ന് സെറ്റായത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്. നല്ല വെറൈറ്റി ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നങ്ങോട്ട്